മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് ചുറ്റുഭാഗം മാലിന്യ കൂമ്പാരമായി കിടക്കുന്നതിനെതിരെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്ത്. ICDS തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, കുടുംബശ്രീ VEO ഓഫീസുകളും കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസും കുടുംബശ്രീ പിങ്ക് കഫേയും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഈ ദുരവസ്ഥ. പകർച്ചവ്യാധികൾ പകരുന്നത് തടയുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ വേണ്ട നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റോ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ കുറ്റപ്പെടുത്തി. മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം ഈച്ചയും കൊതുകും പെരുകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് സമീപവാസികൾക്കും ഓഫീസുകളിലെ ജീവനക്കാർക്കും പകർച്ചവ്യാധികൾ പടരാൻ കാരണമായേക്കാം. ഈ വിവരം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സെക്രട്ടറി എന്നിവരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മെമ്പർമാർ പറഞ്ഞു. പ്രതിഷേധവുമായി എത്തിയ മെമ്പർമാരോട് സെക്രട്ടറി ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് ആക്ഷേപം. പഴയ കെട്ടിടത്തിന് മുകളിൽ കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിനകത്തേക്ക് പോകുന്നത് തടയുന്നതിനു വേണ്ടി സെക്രട്ടറി വാതിൽ അടച്ചിടുകയും മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും ഈ വാതിൽ തുറന്ന് സ്ഥലം സന്ദർശിക്കാൻ അനുവദിച്ചതുമില്ല. തുടർന്ന് മെമ്പർമാർ സെക്രട്ടറിയുടെ ക്യാബിനിലെത്തി പ്രതിഷേധം അറിയിച്ചു. പറഞ്ഞ വാക്കിന് വരെ ഇന്ന് മുന്നേ ചെയ്തില്ല. ഇന്ന് ഇതിന് കാര്യം അന്വേഷിക്കേണ്ട പറഞ്ഞിട്ട് പോലെ ആൾ തിരിഞ്ഞോന്നില്ലല്ലോ. ഒരു സ്റ്റാഫിനെ വിടുക. ഇത് കാര്യം ഒന്ന് അവിടെ ആ വ്യക്തിക്ക് വന്നില്ല. സെക്രട്ടറി ആളെ അങ്ങോട്ട് വിടുക, സെക്രട്ടറി ഒന്ന് അന്വേഷിക്കുക. സമാന രീതിയിൽ നമ്മളെ പാർലമെന്റ് പാർട്ടി വിളിച്ചു. ജനപ്രതിനിധികളോടുള്ള ഈ ധിക്കാരപരമായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് മെമ്പർമാർ വ്യക്തമാക്കി. എല്ലാ മാലിന്യങ്ങളും ആയിക്കൊണ്ട് മാസങ്ങളായിട്ട് വൃത്തിഹീനമായ രീതിയിലാണ് ഈ ബിൽഡിങ്ങും പരിസരവും ഇവിടെ കിടക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായും ഉദ്യോഗസ്ഥരുമായും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിച്ച് വരുന്നൊരു സമയമാണ് ഈ കാലഘട്ടം. ഇതിന് തൊട്ടടുത്തുള്ള വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരുടെ ജീവന് പോലും ഒരു സുരക്ഷിതത്വം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറാവാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഭക്ഷണം കഴിച്ച വേസ്റ്റുകളടക്കം ഇട്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളായ AEയുടെ ഓഫീസ്, തൊഴിലുറപ്പിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ കുടുംബശ്രീ, VEO, അതുപോലെ തന്നെ ICDS തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ ഈ ബിൽഡിങ്ങിനകത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ്, പിങ്ക് കഫേ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നൽകി വൃത്തിയാക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ സെക്രട്ടറിയോ തയ്യാറാവാത്ത നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതിന് ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതികളുമായിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പഞ്ചായത്ത് സെക്രട്ടറിയെ ഞങ്ങൾ ഇന്നിവിടെ വന്നു ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒന്ന് വിളിച്ചു ഇവിടം വരെ വന്ന് ഇതൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് പോലും തയ്യാറാവാതെ പഞ്ചായത്ത് മെമ്പർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും ഇതിന് പഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മറുപടി പറയണമെന്നും മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരം നടത്തുമെന്നും കോൺഗ്രസ് മെമ്പർമാർ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ ഫ്രിജോ വടക്കോട്ട്, മീന ശലമോൻ, റിജി ജോർജ്, MP വിജീഷ്, MR സജിത, ആനി ടീച്ചർ, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. You are watching VCV News.